ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേതൃത്വത്തിൽ അമിക്കസ് ക്യൂറിയെ വെച്ചുകൊണ്ട് അവിടെ അതിൻ്റെ ബാക്കിയുള്ള കണക്കെടുപ്പ് അത് നീണ്ട കാലമല്ല, ഒരു രണ്ടാഴ്ചക്കകത്ത് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. അപ്പം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഒരു അനന്ത സുബ്രഹ്മണ്യോ അല്ലെങ്കിൽ ആര് ഉദ്യോഗസ്ഥൻ ചെയ്താലും ഒരു ആൾ പോലും അയ്യപ്പൻ്റെ സ്വർണ്ണം എടുക്കാൻ പോകാൻ പാടില്ല എന്ന് ഈ സർക്കാരിന് നിയമമുണ്ട്, കർക്കശമായ നിലപാടുണ്ട്. അത് മന്ത്രിക്കുണ്ട്, ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡുണ്ട്. ഞാൻ ഇത് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു കാര്യം അല്ല, ഗുരുവായൂർ ദേവസ്വത്തിനെ പറ്റി അല്ല ഞാൻ പറയൂ, ആര് കൊണ്ടുപോയാലും 6 കൊല്ലമായി അല്ല ഞാൻ 6 കൊല്ലം 2019 കേസ് ഇപ്പല്ലേ ഇത് 6 കൊല്ലം 6 years അല്ല ഞാൻ പറഞ്ഞു അതല്ലേ, അത് ഇപ്പോഴല്ലേ അറിയുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തെടുത്തതാ, ദേവസ്വം ബോർഡ് മന്ത്രി എന്തെടുത്തതാ? ഞാൻ പറഞ്ഞിട്ട് കൊടിവെച്ച കാറിന് പോയാ പോരാ, ദേവസ്വം ബോർഡിന്റെ ചെലവിൽ ശമ്പളം വാങ്ങി ഇരുന്നാ പോരാ. അല്ല എവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എവിടെയാണ് ശമ്പളം ഉണ്ടത് താങ്കൾക്ക് അറിയാമോ? ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ശമ്പളമൊന്നും ഇല്ല സാറൊന്ന് മനസ്സിലാക്കണം. അവിടെ വേറെ 1000 രൂപ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കാറില്ല. അല്ല തിരുവിതാംകൂർ കൊണ്ട് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഞാൻ പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവനൊക്കെ 1000 രൂപ ആമസോൺ കാർഡിന് തീപിടിച്ചതിനെതിരെ സമരം ചെയ്യലാണോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പണി? അല്ല ഞാൻ പറയുന്നത് ആര് കട്ടുകൊണ്ട് പോയാലും ആര് മോഷ്ടിച്ചുകൊണ്ട് പോയാലും ഈ LDF സർക്കാരോ അല്ലെങ്കിൽ മന്ത്രിയോ അവരാരും സംരക്ഷിക്കുന്ന പരിപാടിയില്ല. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, ഇതില് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കള്ളം കയറി, അയ്യോ എല്ലാം കൊണ്ടുപോയില്ലേ ഞാനിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ചെയ്യേണ്ടത്? അതോ ഇതെല്ലാം കള്ളനെല്ലാം ഒത്താശം ചെയ്തു കൊടുത്തു, കള്ളനെ കൃത്യമായി തന്നെ അവിടെ കയറ്റി എല്ലാ കാര്യങ്ങളും നിയന്ത്രണങ്ങളൊക്കെ തുറന്നു കൊടുത്തു, ഡ്യൂപ്ലിക്കേറ്റിന്റെ 4 ചാവി, ഇനി ഒന്ന് തുറന്നിട്ട് അത് കിട്ടാത്തതിന്റെ സങ്കടപ്പാട് വേണ്ട, 4 എണ്ണം കൊടുത്തു, എന്നിട്ട് മാറി എന്ന് പറയാണ് 6 വർഷമായി. എങ്ങനെ ഈ കാര്യത്തിനൊന്നും ന്യായീകരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സാമ്യതയുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഞാൻ അതും കൂടി ഒന്ന് ദയവായി നിങ്ങളെ എല്ലാ അതിഥികൾക്കും മുമ്പായി കൊണ്ടുവരികയാണ്. 2019-20 ഈ സമയത്തൊക്കെ എന്തായിരുന്നു മുഴുവൻ ഫോക്കസും യുവതീ പ്രവേശന കോലാഹലങ്ങളിലേക്കായിരുന്നു കേരളത്തിന്റെ ഫോക്കസ് മുഴുവൻ. അത് ആ സമയം മുതലെടുത്തിട്ടാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും കാട്ടുകൊള്ള നടത്തിയത്.